നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ഓർഡർ ലീനിയർ റിക്കറൻസ് റിലേഷനാണ്. സോ സെക്കൻഡ് ഓർഡർ ലീനിയർ റിക്കറൻസ് റിലേഷൻ എന്ന് പറയുമ്പോഴത്തേനെ ദ ഡിഗ്രി വിൽ ബി 2 എന്ന് പറയുമ്പോഴത്തേനും ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു ഓഫ് ദി വേരിയബിൾസ് ലാർജസ്റ്റ് ആൻഡ് ദി ഹയസ്റ്റ് സബ്സ്ക്രിപ്റ്റ്. ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഈക്വേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിന് നമുക്ക് ഇങ്ങനെയും കൂടെ എഴുതാം. C0 an plus C1 an-1 plus C2 an-2 is equal to 0. അതായത് മറ്റിടത്ത് നമ്മൾ എങ്ങനെയാണ് കണ്ടത്? an is equal to അല്ലെങ്കിൽ ഇപ്പോൾ C0 an is equal to C1 an-1 ഈ ഒരു ഫോമാറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു വേരിയബിളും കൂടെ കൂട്ടി വരുന്നു എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ നമുക്ക് ജനറൽ ഫോമാറ്റിൽ കാണുന്നുള്ളൂ. ഇവിടെ സെക്കൻഡ് ഓർഡറിൽ ഒരു എക്സ്ട്രാ വേരിയബിളും കൂടെ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു സംഭവത്തിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് an-1 an-2 വി ആർ റൈറ്റിംഗ് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് ആർ. അതിപ്പോൾ എഴുതിയില്ലെങ്കിലും ഇറ്റ് ഇസ് ഫൈൻ. സോ ദാറ്റ് ഈസ് ദി ക്യാരക്ടറിസ്റ്റിക് ഈക്വേഷൻ. ഇത് ഓർത്തോണം, ഇത് ഹോമോജീനിയസിൻ്റെ കേസാണ് ഇവിടെ പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ വീഡിയോസിലും ഹോമോജീനിയസിൻ്റെ കണ്ടീഷനാണ് പറയുന്നത്. നോൺ ഹോമോജീനിയസ് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. സെക്കൻഡ് ഓർഡർ ലീനിയർ റിക്കറൻസ് റിലേഷന് 3 രീതിക്കാണ് നമുക്ക് സൊല്യൂഷൻസ് വരുന്നത്. ഇറ്റ് ക്യാൻ ബി റിയൽ റൂട്ട്സ്, ഇമാജിനറി റൂട്ട്സ് ആൻഡ് ഈക്വൽ റൂട്ട്സ്. First, we are going to deal with the first case, that is distinct and real roots. Distinct and real roots ആണെന്നുണ്ടെങ്കിൽ the solution will be written in such a format. ഇതൊക്കെ ഫോർമുല ഷീറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു ഷീറ്റ് സൈഡിൽ വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. an is equal to C1 R1n plus C2 R2n, where R1 and R2 are the roots. നമുക്കൊരു ലീനിയർ റിക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്നു വിചാരിക്കുക. നിങ്ങൾക്ക് അത് ഫസ്റ്റ് ഓർഡർ ആണോ സെക്കൻഡ് ഓർഡർ ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം 3 വേരിയബിൾസ് വരുന്നുണ്ട്. ലൈക്ക് ഇതിൻ്റെ സബ്സ്ക്രിപ്റ്റുകൾ തമ്മിൽ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് തമ്മിൽ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫസ്റ്റ് ഓർഡർ ആണോ സെക്കൻഡ് ഓർഡർ ആണോ എന്നുള്ളത് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് നമുക്ക് തന്നിരിക്കുന്ന ഒരു റിക്കറൻസ് റിലേഷൻ്റെ റൂട്ട്സ് എങ്ങനത്തെ ടൈപ്പ് ആണെന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ ആണോ, ഇമാജിനറി ആണോ, അതോ ഈക്വൽ റൂട്ട്സ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ റൂട്ട്സ്. ഇതൊന്നും ഒരു ഒഫീഷ്യൽ പ്രൊസീജിയർ അല്ല, നിങ്ങളുടെ ഈസിന് വേണ്ടിയിട്ട് ഞാൻ എഴുതിയേക്കുന്നതാണ്. Find the category, substitute in the solution and solve for C1 and C2 using boundary condition. അത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വെച്ച് നോക്കാം. ഫസ്റ്റ് വൺ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം. സോ ആദ്യം അതെടുത്ത് എഴുതുക. an plus an-1 plus 6an-2 is equal to 0. Now we have to write it in form of the r's, right? കാരണം ക്യാരക്ടറിസ്റ്റിക് ഈക്വേഷൻ അങ്ങനെയാണ്. സോ ക്യാരക്ടറിസ്റ്റിക് ഈക്വേഷൻ we are writing it in such a form that rn plus rn-1 minus 6rn-2 is equal to 0. We have to divide it with the least power of r, which makes it r square plus r minus 6 is equal to 0. നിങ്ങൾക്കൊരു ഈക്വേഷൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് സംഭവം എന്നുള്ളത്. പക്ഷേ സ്റ്റെപ്പായിട്ട് എഴുതിയിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, സോ ദിസ് ഇസ് എ ക്വാഡ്രാറ്റിക് ഈക്വേഷൻ. ക്വാഡ്രാറ്റിക് ഈക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. -b plus or minus root of b square plus 4ac divided by 2a. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് 2 റൂട്ട്സ് കിട്ടും. സോ ആ 2 റൂട്ട്സ് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണോ, ഈക്വൽ ആണോ, അതോ ഇമാജിനറി ആണോ എന്ന് നമുക്ക് നോക്കാം. സോ r will be -1 plus or minus root of 1 4 1 minus 6 divided by 2. That is nothing but -3 and 2. സോ നമ്മൾ നോക്കിയേ, നമ്മുടെ r1 is equal to -3, r2 is equal to 2. They are real and distinct roots. സോ നമ്മുടെ പ്രൊസീജിയറിൽ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ കാര്യം ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ കഴിഞ്ഞു. ഫൈൻഡ് ദ കാറ്റഗറി കഴിഞ്ഞു. ഇറ്റ് കംസ് അണ്ടർ ഫസ്റ്റ് കാറ്റഗറി. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ സൊല്യൂഷൻ. വാട്ട് ഈസ് അവർ സൊല്യൂഷൻ? ദിസ് ഈസ് അവർ സൊല്യൂഷൻ. an is equal to C1 minus 3 raised to n plus C2 2 raised to n. ഇനി
ഞാൻ നേരത്തെ ബൗണ്ടറി കണ്ടീഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു സംഭവമാണ് C1ഉം C2ഉം എന്ന് പറയുന്നത് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു യൂസ് ദി ബൗണ്ടറി കണ്ടീഷൻസ്. ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾറെഡി മെൻഷൻഡ്. ദീസ് ആർ അവർ ബൗണ്ടറി കണ്ടീഷൻസ്. A0 കൊടുത്തിട്ടുണ്ട്, A1ൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. സോ A0ൻ്റെ കേസിൽ ഇറ്റ് വിൽ ബി -1 ആൻഡ് A1ൻ്റെ കേസിൽ ഇറ്റ് വിൽ ബി -8. സോ A0 -1 ആയിരിക്കുന്ന സമയത്തും A1 8 ആയിരിക്കുന്ന സമയത്തും. സോ A0 വരുമ്പോഴത്തേനും A0 = C1 -3 the whole raised to 0, കാരണം n ഇവിടെ 0 ആണല്ലോ വരുന്നത്, പ്ലസ് C2 2 raised to 0. Anything raised to 0 is 1. So -1 is equal to C1 plus C2 and അപ്പോൾ അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. 8 is equal to C1 into -3 plus C2 into 2. ഈ രണ്ട് ഈക്വേഷൻസ് സോൾവ് ചെയ്യുമ്പം വി ഗെറ്റ് C1's വാല്യൂ ആസ് C1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് -2 നമുക്ക് കിട്ടും. C2ൻ്റെ വാല്യൂ നമുക്ക് 1 ആയിട്ടും കിട്ടും. ഓക്കെ, അപ്പം ഈ വാല്യൂസ് നമ്മൾക്ക് കിട്ടിയ ഈ ഒരു ഈക്വേഷനിൽ, ഈ ഒരു സൊല്യൂഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം an will be equal to -2 into -3 raised to n plus 2 raised to n, where n is greater than or equal to 0. നിങ്ങൾക്ക് ഈ ഒരു സൊല്യൂഷൻ എങ്ങനെയാണ് നമ്മൾ കിട്ടിയെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യമേ റൂട്ട് കണ്ടുപിടിക്കണം, കാറ്റഗറി ഏതാണെന്ന് കണ്ടുപിടിക്കണം, ഈ സൊല്യൂഷൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, C1ഉം C2നും സോൾവ് ചെയ്യണം യൂസിങ് ബൗണ്ടറി കണ്ടീഷൻ. Maybe next do another question to do to just understand a bit more better. Okay, ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും 2 വേരിയബിളേ ഉള്ളൂ, ഇത് ഫസ്റ്റ് ഓർഡർ ആയിരിക്കും എന്ന്. നോ, ചെക്ക് ദ ഡിഗ്രീസ്. Okay, so no, it is not first order, it's a second order equation. We can write it as Pn minus 2 Pn minus 2 is equal to 0. അപ്പം ഇതിനെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഈക്വേഷൻ്റെ ഫോർമാറ്റിൽ എഴുതാനായിട്ട് we can write it as r raised to n minus 2, r raised to n minus 2 is equal to 0. Dividing it with the least power of r square minus 2 r is equal to 0. Okay, again this is a we can 2r അല്ല, 2 is equal to 0. Again we can find out what is r, that is nothing but root of 2 plus or minus. അപ്പം r എന്ന് പറയുന്നത് r1 എന്ന് പറയുന്നത് √2ഉം r2 എന്ന് പറയുന്നത് -√2ഉം ആയിരിക്കും. Hence we can write our solution as Pn is equal to, ഇവിടെ പിയുടെ ടേംസിൽ കൊടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് Pn നമ്മൾ എഴുതുന്നത്, is equal to √2 C1 of √2 the whole raised to n plus C2 minus √2 the whole raised to n. Again, what are our boundary conditions? Our boundary conditions is P1 1 P2 2 ആണെന്നാണ്. So when P1 is equal to 1, n will be 1. P2 is equal to 2 എന്ന് പറയുന്നത് n is 2. 1 is equal to C1 √2 plus C2 minus √2. 1 is equal to √2 C1 minus √2 C2. P2 2 എന്ന് പറയുമ്പോഴത്തേനും 2 is equal to C1 √2 the whole square plus C2 minus √2 the whole square. 2 is equal to 2C1 plus 2C2. Solving 1 and equation 2, we get C1 is equal to 1 by 2 plus 1 plus 2 √2 and C2 is equal to 1 by 2 minus 1 by 2 √2. Substituting in our final equation Pn 1 plus 2 plus 1 plus 2 √2 plus minus 1 by 2 √2
the whole raised to n. This will be our final equation. അപ്പം അങ്ങനെയാണ് നമ്മൾ യൂണീക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക.